നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്ത് നശിപ്പിച്ചാലും അതിന്റെ വേരോടെ പിഴുതെറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് വളരും തോറും അതിന്റെ തല വെട്ടിയിട്ട് കാര്യമില്ല, വേരെടുത്താലേ കാര്യമുള്ളൂ എന്ന് പറയാറില്ലേ? അതേ വേരെടുക്കൽ തന്നെയാണ് ഇപ്പോഴത്തെ ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കൈയടി കൊടുത്തേ പറ്റൂ. ആ കൈയടി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ അമ്മമാർ അദ്ദേഹത്തിന് നൽകുന്നുണ്ട് എന്ന് വേണം പറയാൻ. കാരണം സ്വന്തം മക്കൾ വഴിതെറ്റി പോയിട്ട് അത് ആരോടും പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അവൻ കഞ്ചാവ് അടിച്ചിട്ട് വീട്ടിൽ കിടന്ന് കാണിക്കുന്ന കോലാഹലങ്ങൾ തുറന്നു പറയാൻ പറ്റാതെ അത് അനുഭവിച്ച് തന്റെ വീട്ടിനകത്ത് തന്നെ കണ്ണീരും ബഹളവുമായി എത്രത്തോളം അടക്കി നിൽക്കാൻ കഴിയുമോ അത്രത്തോളം അങ്ങ് ക്ഷമിച്ചു നിൽക്കുന്ന ഓരോ അമ്മമാരുടെ കയ്യടി ചെന്നിത്തലയ്ക്കുണ്ട്. ആ ചെന്നിത്തലയുടെ ഇത്തരം പ്രവൃത്തികൾ എല്ലാ മന്ത്രിമാരും, ഓരോ മന്ത്രിസഭയിലെ മന്ത്രിമാരും, ഓരോ മുഖ്യമന്ത്രിമാരും കണ്ടുപഠിക്കണമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ ഇന്ത്യൻ ലെവലിൽ, നാഷണൽ ലെവലിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് പോയി ഒളിച്ചാൽ പോലും തൂക്കാൻ കഴിയുന്ന വിധത്തിൽ തൂക്കാനുള്ള നടപടികൾ ഒരുക്കിയിരിക്കുകയാണ് ചെന്നിത്തല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള DGPമാരും അവരുടെ പ്രതിനിധികളും, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള DGPമാർ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ പോലും അവർ പറഞ്ഞയച്ചിട്ടുള്ള പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള DGPമാർ നേരിട്ട് പങ്കെടുക്കുന്നുമുണ്ട്. ഇന്ന് മുതലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇതൊരു തുടർ ചർച്ചയാണ് എന്നുള്ളതാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ തന്നെ നിരവധി ഇടങ്ങളിൽ നിന്നുമാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വഴിയും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും ജോലി ചെയ്യാൻ പോകുന്നവരുമായിട്ടുള്ള യുവാക്കൾ നാട്ടിലേക്ക് കൊണ്ടുവരികയും നാട്ടിലുള്ള യുവാക്കളുടെ കയ്യിലും സ്ത്രീകൾ, പുരുഷന്മാർ, വീട്ടമ്മമാർ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ, സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവരുടെ കയ്യിലൊക്കെ തന്നെ ഈ ലഹരി ഉൽപാദനം എത്തിക്കുന്നത് അങ്ങനെയാണെന്നും അതുകൊണ്ട് തന്നെ റൂട്ട് മാപ്പ് ചെക്ക് ചെയ്തു പോകുമ്പോൾ അതിന്റെ താഴെ അറക്കാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഫലമായിട്ടാണ് ചെന്നിത്തല ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും DGPമാരെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അവർ ഈ ചെന്നിത്തലയുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് വരികയും ഒക്കെ ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ ഒരു പോരാട്ടത്തിന് ഇറങ്ങി തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ DGPമാരുടെ യോഗം ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് ഈ യോഗം നടന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിൽ പുതിയൊരു സഹകരണ മാതൃകയ്ക്കാണ് ഇത് തുടക്കം കുറിക്കുന്നത്. ഒരു സഹകരണ മാതൃകയ്ക്ക് തന്നെയാണ് തുടക്കം കുറിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുകയാണ്. ലഹരി സിൻഡിക്കേറ്റുകളുടെ വേരറുക്കാൻ പ്രാദേശിക പ്രതിരോധത്തിനൊപ്പം അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്നുള്ള സംയുക്ത പ്രതിരോധ ശൃംഖല എന്ന ഘട്ടത്തിലേക്ക് ഓപ്പറേഷൻ തൂഫാൻ കടക്കുകയാണ് എന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു കഴിഞ്ഞു. അയൽ സംസ്ഥാനങ്ങളുമായി ഇന്റലിജൻസ് സിൻക്രോണിസിറ്റി അഥവാ തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇന്നലെ ബാംഗ്ലൂരു വിധാൻ സൗധിയിൽ കർണാടക മുഖ്യമന്ത്രി TK ശിവകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഓപ്പറേഷൻ തൂഫാനുമായി കർണാടക സർക്കാർ പൂർണ്ണമായും സഹകരിക്കുമെന്ന ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനകളിൽ ഒതുക്കാതെ അന്തർ സംസ്ഥാന ട്രെയിനുകൾ, ദീർഘദൂര ബസ്സുകൾ, സ്വകാര്യ കൊറിയൻ ശൃംഖലകൾ എന്നിവ വഴിയുള്ള ലഹരി കൈമാറ്റങ്ങളെയും ഈ സംയുക്ത നീക്കം നിരീക്ഷിക്കും. സ്മാർട്ട് പെട്രോളിംഗ്, അതുപോലെ തന്നെ സൈബർ നിരീക്ഷണം സംയുക്തമായി നടപ്പിലാക്കാനുള്ള ആലോചനകളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ചർച്ച നയിക്കുന്നത്. ഇതൊരു അവസാനമല്ല, ഒരു തുടർ ചർച്ചയാണ്. ഇനിയും ചർച്ചകൾ നടക്കും. ചർച്ചകൾ മാത്രമല്ല, കൃത്യമായ ഫീൽഡ് പ്രവർത്തനങ്ങൾ നടക്കുമെന്നുള്ളതാണ്. ജീവൻ പണയം വെച്ചും ഈ ഒരു കണ്ണി മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണ് എന്നുള്ള കർശനമായിട്ടുള്ള നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ഒരു കാര്യത്തിൽ കയ്യേടി തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഹരി വ്യാപനം തടയാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസമാണ് കർണാടക സർക്കാർ രംഗത്ത് വന്നത്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തിയ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ
പൂർണ്ണ ഒരു സപ്പോർട്ടും അദ്ദേഹം നൽകിയത്. ബാംഗ്ലൂരു വിധാൻ സൗദിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കേരള കർണാടക അതിർത്തിയിൽ പരിശോധന ശക്തമാക്കാനാണ് സർക്കാരുടെ സംയുക്ത തീരുമാനം. അതിർത്തിയിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും കർണാടക സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗമാണ് ഇന്ന് നടക്കുന്നത്. എല്ലാ DGPമാരും ഇല്ല, ചില DGPമാർ അവരുടെ പ്രതിനിധികളെയാണ് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ ഈ ഒരു യോഗം ആരംഭിച്ചു കഴിഞ്ഞു. യോഗത്തിലെടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ രഹസ്യമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ യോഗ തീരുമാനങ്ങൾ ഒന്നുപോലും പുറത്തേക്ക് എത്തിക്കില്ല. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഫ്ലോപ്പായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എത്തിക്കില്ല എന്നുള്ളത്. പലരെയും ഇപ്പൊ നമുക്കറിയാം, രാവിലെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ ഈ ലഹരിക്ക് വിരുദ്ധമായി സംസാരിക്കുകയും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ തലവനായി നിൽക്കുകയും, എന്നാൽ രാത്രിയോടാവുമ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആ റാക്കറ്റിലെ പ്രധാന കണ്ണിയായി മാറുന്നവരെയൊക്കെ തന്നെ പോലീസ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജിം ട്രെയിനർമാരെ അടക്കമുള്ളവരെ, ചിലവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച ട്രെയിനർമാരെ അടക്കമുള്ളവരെ പിടിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധി ആളുകളെയാണ് ഇപ്പോൾ പിടിക്കുന്നത് എന്നുള്ളത്. അതായത് ഈ പുറത്ത് സമൂഹത്തിൽ നല്ലവനായ ഉണ്ണിയായി അഭിനയിക്കുകയും എന്നാൽ അതിനകത്തുള്ള കളികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ലഹരി മരുന്ന്, ലഹരി മാഫിയ സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാവുകയും ചെയ്യുന്ന അതടക്കമുള്ളവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്തരക്കാർക്ക് സമൂഹത്തിനിടയിൽ കൂടുതൽ വളരെ എളുപ്പത്തിൽ തന്നെ സമൂഹത്തിനിടയിൽ ലഹരി കുത്തിവെക്കാൻ കഴിയുമെന്നത് നമുക്കറിയാം. എന്തായാലും പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. നമ്മുടെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കൂടി കേൾക്കാം. തെലങ്കാന, ആന്ധ്രാപ്രദേശിൽ നിന്ന് അവിടെ നർക്കോട്ടിക് ബ്യൂറോ കൈകാര്യം ചെയ്യുന്ന IG-മാർ എന്നിവരാണ്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഏജൻസീസ്, കസ്റ്റംസ്, RPF, റവന്യൂ ഇന്റലിജൻസ്, നാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, IB എന്നീ ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ പങ്കെടുത്തു. കേരള DGP രവട ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ അഡ്വൈസർ C ഹേമചന്ദ്രൻ, മറ്റ് ADGPമാർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. നമ്മൾ ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓപ്പറേഷൻ തൂഫാൻ ആവശ്യമായ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ സഹായം, ഇൻ്റലിജൻസിൻ്റെ സഹായം നമുക്കിതിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ DGPമാരുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വളരെ ഫലപ്രദമായ മീറ്റിംഗ് ആയിരുന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ചിട്ട് ഇപ്പോഴാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞത്. പ്രധാനമായി ഇതിലെടുത്ത തീരുമാനം അവരെല്ലാവരും ഒരു കാര്യം സംബന്ധിച്ചു, ഓപ്പറേഷൻ തൂഫാൻ അവരുടെ സംസ്ഥാനങ്ങളിലും വൻതോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ആ കാര്യത്തിൽ അവർ കേരള ഗവൺമെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. എല്ലാവരും സംസാരിച്ച എല്ലാ DGPമാരും ADGPമാരും കേരള ഗവൺമെൻറ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ കരുതി, യുവത്വം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി, യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെടുത്ത ഈ പ്രവർത്തനത്തെ എല്ലാവരും പ്രശംസിക്കുകയുണ്ടായി.